ദ പവർ ഓഫ് നൗ എന്ന ബുക്കിൽ വിശദീകരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു സെൻ വിസ്ഡമാണ്, സ്പിരിച്വൽ വിസ്ഡമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും എല്ലാവർക്കും അതിനെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിഞ്ഞുവെന്ന് വരില്ല. എങ്കിലും അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ മനസ്സ് എപ്പോഴും ഫ്യൂച്ചറിലോ പാസ്റ്റിലോ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ സെൻ പറയുന്നത്, അല്ലെങ്കിൽ ദ പവർ ഓഫ് നൗ എന്ന ബുക്കിൽ പറയുന്നത്, പാസ്റ്റ് എന്നതോ ഫ്യൂച്ചർ എന്നതോ അങ്ങനെ ഒരു സംഭവമേ യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഒന്നാണ്. പാസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ സ്വപ്നം, അത് കഴിഞ്ഞു പോയതാണ്. അത് നിലവിൽ അതിന് ഒരു യാഥാർത്ഥ്യമില്ല, അത് കഴിഞ്ഞു പോയി, അതിപ്പം നിലവിലില്ല പാസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇത് ഇതേവരെ സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്, നമ്മുടെ മനസ്സിൻ്റെ ഭാവനയിൽ മാത്രം നിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ പാസ്റ്റ് അല്ലെങ്കിൽ ഭൂതകാലം എന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മയിലും, ഭാവികാലം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭാവനയിലും മാത്രം നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല. പാസ്റ്റിൽ ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ വിഷമിക്കുമ്പോൾ, ആകുലതപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വറീഡാവുമ്പോൾ യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ വറീഡാവുന്നത്. അതുപോലെ തന്നെ ഭാവി കാലത്തിൽ, വരാനിരിക്കുന്ന കാലത്തിൽ നടക്കാൻ പോകാവുന്ന ഒരു സംഗതിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് ഉത്കണ്ഠപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഭയപ്പെടുമ്പോൾ, അതും യഥാർത്ഥത്തിൽ ഇതേവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒന്നാണ്. നമ്മുടെ ഭാവനയിൽ മാത്രമാണത് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇല്ലാത്ത ഒന്നിനെക്കുറിച്ചാണ് ഈ രണ്ട് സംഭവങ്ങളിലും അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളിലും, പാസ്റ്റിലായാലും ഫ്യൂച്ചറിലായാലും, നമ്മൾ ആകുലത്തപ്പെടുമ്പോൾ, മനസ്സ് വിഷമിപ്പിക്കുമ്പോൾ, ഭയക്കുമ്പോൾ, ഉത്കണ്ഠാകുലരാകുമ്പോൾ ഒക്കെ യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ വേദനിക്കുന്നത്. അവിടെ യഥാർത്ഥത്തിൽ അങ്ങനൊരു സംഗതി ഇല്ല, ഇപ്പോൾ നിലവിലില്ല. ഇനി ഉണ്ടാകുകയാണെങ്കിൽ തന്നെ അത് പ്രസന്റ് മൊമെന്റിലായിരുന്നു. പാസ്റ്റ് എന്തായാലും കഴിഞ്ഞു പോയി. ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം സംഭവിച്ചാൽ തന്നെ അത് സംഭവിക്കുന്നത് പ്രസന്റ് മൊമെന്റിലാണ്, ഒരിക്കലും ഫ്യൂച്ചറിലല്ല അത് സംഭവിക്കുന്നത്. ഏത് കാര്യവും നടക്കുന്നത് പ്രസന്റ് മൊമെന്റിൽ മാത്രമാണ്. വർത്തമാനകാല യാഥാർത്ഥ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ വിഷമിക്കുകയാണ്. അതുകൊണ്ട് പാസ്റ്റ് ഫ്യൂച്ചറിൽ നിന്ന് മാറി പ്രസന്റ് മൊമെന്റിലേക്ക് നമ്മുടെ മനസ്സിനെ പൂർണ്ണമായും കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ മനസ്സിന് ഔട്ടാവും, മനസ്സിന് വെളിയിലാവും. പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ മനസ്സിനെ യൂസ് ചെയ്യാൻ തുടങ്ങും. മനസ്സെന്ന് പറയുന്ന ഒരു ബോക്സ് പോലെയാണെങ്കിൽ നമ്മൾ പാസ്റ്റിലോ ഫ്യൂച്ചറിലോ ജീവിക്കുമ്പോൾ നമ്മൾ ആ ബോക്സിനുള്ളിലാണ്. ആ ബോക്സാണ് നമ്മളെ കൊണ്ടു നടക്കുന്നത്. ബോക്സ് നമ്മളെ യൂസ് ചെയ്യാണ്, മനസ്സാണ് നമ്മളെ യൂസ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ പ്രസന്റ് മൊമെന്റിലേക്ക് വരുന്ന ആ നിമിഷം നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സ് ആവുന്നു. പിന്നീട് ആ ബോക്സിനെ, മനസ്സിനെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. അവിടെ മനസ്സില്ലാതാവുകയല്ല, മറിച്ച് മനസ്സിനെ നമ്മൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വളരെ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കുന്നു എന്നാണ് അർത്ഥം. അത്തരത്തിൽ മനസ്സിന് വെളിയിലേക്ക് പോകണമെങ്കിൽ പ്രസന്റ് മൊമെന്റിലേക്ക് വരിക. ഈ വർത്തമാന നിമിഷത്തിൽ എത്തുമ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള വറികളും അതുപോലെ തന്നെ ഭാവി കാലത്തിലേക്കുള്ള നിങ്ങളുടെ ആകുലതകളും ഉത്കണ്ഠകളും എന്നേക്കുമായി ഇല്ലാതാവുകയാണ്. അപ്പോൾ മറ്റൊരു ചോദ്യം ഉയരുന്നുണ്ട്. പ്രസന്റ് മൊമെന്റിൽ നമുക്ക് ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. നമ്മൾ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുമ്പോൾ നമ്മൾ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും മുക്തരാകുന്നുണ്ടോ? ഇല്ല. കാരണം പ്രസന്റ് മൊമെന്റിൽ നമുക്ക് പല കാര്യങ്ങൾ സംഭവിക്കുന്നു. ഈ പ്രസന്റിൽ പെട്ടെന്ന് നമുക്കൊരു വലിയ നഷ്ടം സംഭവിക്കുന്നു, നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോകുന്നു. യഥാർത്ഥത്തിൽ ആ ഒരു പ്രസന്റ് മൊമെന്റിൽ ഒരു കാര്യം നമുക്ക് ഫേവറബിൾ അല്ലാത്ത, നമുക്ക് ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ശരിക്കും സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വേദനിക്കും. അവിടെയാണ് നമ്മുടെ ഒരു മെന്റൽ അലേർട്ട്നെസ് എന്ന് പറയുന്നത്. പ്രസന്റ് മൊമെന്റിൽ നമ്മൾ അലേർട്ടായിരിക്കുക എന്ന് പറയുമ്പോൾ ആ സമയത്ത് യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യത്തെ അതേപടി നമ്മൾ ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. നമ്മൾ ശരിക്കും ആ പെയിനിലൂടെ കടന്നു പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പൂർണ്ണമായും അലേർട്ടായി ആ സമയത്തുള്ള ആ ഒരു പെയിനിലൂടെ യഥാർത്ഥത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ അത് അവിടെ കൊണ്ട് തീരുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ അതിനെ ക്യാരി ചെയ്യുന്നില്ല, അതിനെ പിന്നെ കൊണ്ടു നടക്കുന്നില്ല. അപ്പോൾ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് മൊമെന്റിലുള്ള അതാത് മൊമെന്റിലുള്ള സുഖവും സന്തോഷങ്ങളും ഒക്കെ നമുക്ക്, ദുഃഖങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കും. നമ്മൾ അതിലൂടെ വളരെ അലേർട്ടായിട്ട് കടന്നു പോവുകയും നമ്മൾ വളരെ വേഗത്തിൽ മച്യൂർ ആവുകയും
ഒരു എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്, സമാധി എന്ന് പറയുന്ന ഒരു പരമാനന്ദ അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും.